നമസ്കാരം, TCV പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതിയെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. നവകേരളത്തിന്റെ തുടർച്ചയ്ക്കായി രണ്ടാം പിണറായി മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്തു. തുടർന്ന് മറ്റു മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. താനൂരിന്റെ വി അബ്ദുറഹിമാൻ ന്യൂനപക്ഷ ക്ഷേമ കായിക മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രണ്ടാം പിണറായി മന്ത്രിസഭയിലെ മലപ്പുറത്തിന്റെ പ്രതിനിധിയാണ് വി അബ്ദുറഹിമാൻ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതോടെ തിരൂർ പോരൂർ വെള്ളേക്കാട്ട് വീട്ടിലും ആഹ്ലാദം മലതല്ലി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 25 ലക്ഷം രൂപ നൽകി. കോവിഡ് മഹാമാരിക്കെതിരെ സർക്കാരിന്റെ പോരാട്ടത്തിൽ പങ്കുചേരുകയാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും കേരള വിഷനും. സംസ്ഥാനത്ത് നിന്ന് 30,491 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,31,525 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 23.18 ആണ്. ജില്ലയിൽ രോഗബാധിതരുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുന്നു. 4,746 പേർക്ക് പുതുതായി രോഗം ബാധിച്ചു. വ്യക്തിവൈരാഗ്യം മൂലം ഇരുചക്രവാഹനം കത്തിച്ചതായി പരാതി. തിരൂർ വെട്ടം വാക്കാട് സ്വദേശി ഇബ്രാഹിമിന്റെ പുരക്കൽ ഫാറൂഖിന്റെ ബൈക്കാണ് പ്രദേശവാസി വ്യക്തിവൈരാഗ്യം മൂലം കത്തിച്ചെന്ന് പരാതിപ്പെട്ടത്. ബുധനാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. വാർത്തകൾ വിശദമായി. നവകേരളത്തിന്റെ തുടർച്ചയ്ക്കായി രണ്ടാം പിണറായി മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്തു. തുടർന്ന് മറ്റു മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പുതുചരിത്രം എഴുതി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ സർക്കാർ തുടർ ഭരണമേറ്റു. നവകേരളത്തിന്റെ തുടർച്ചയ്ക്കായി യുവത്വവും പ്രസരിപ്പും തുടിക്കുന്ന പുതിയ ടീമുമായാണ് പിണറായി വിജയൻ ഭരണം തുടരാനൊരുങ്ങുന്നത്. പിണറായി വിജയൻ എന്ന ക്യാപ്റ്റന്റെ തോളിലേറി കേരളം അതിന്റെ കുതിപ്പ് തുടരാനൊരുങ്ങുകയാണ്. കേട്ടത് മധുരതരം, കേൾക്കാനിരിക്കുന്നത് അതിമധുരതരം എന്ന ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന തരത്തിലാണ് പുതിയ മന്ത്രിസഭാ വിന്യാസം. കൂടുതലും പുതുമുഖങ്ങൾക്ക് അവസരം നൽകി ചരിത്രം സൃഷ്ടിച്ച ഇടതുപക്ഷം മന്ത്രിമാരുടെ വകുപ്പുകളിൽ പോലും കൃത്യമായ രാഷ്ട്രീയം സംവേദിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. പ്രീതിയോ വിദ്വേഷമോ കൂടാതെ പക്ഷപാതിത്വമില്ലാതെ പ്രവർത്തിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്തു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പിണറായി വിജയനായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. ഘടകകക്ഷി മന്ത്രിമാരാണ് തുടർന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. മുഖ്യമന്ത്രിക്ക് തൊട്ടുപിന്നാലെ റവന്യൂ മന്ത്രിയായി CPI-യിലെ K. രാജൻ സത്യപ്രതിജ്ഞ ചെയ്തു. ഒല്ലൂരിൽ നിന്നുള്ള നിയമസഭാംഗമാണ് K. രാജൻ. ജലവിഭവ വകുപ്പ് മന്ത്രിയായി കേരള കോൺഗ്രസ് MLA ഇടുക്കി MLA റോഷി അഗസ്റ്റിൻ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. വൈദ്യുതി വകുപ്പ് മന്ത്രിയായി ചിറ്റൂരിലെ MLA JDS-ലെ K. കൃഷ്ണൻകുട്ടിയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. വനം മന്ത്രിയായി എലത്തൂരിൽ നിന്നും വിജയിച്ച NCP-യിലെ AK. ശശീന്ദ്രൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തുറമുഖ വകുപ്പ് മന്ത്രിയായി കോഴിക്കോട് സൗത്തിൽ നിന്നുള്ള നിയമസഭാംഗം INL പ്രതിനിധി അഹമ്മദ് ദേവർകോവിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ആദ്യമായാണ് INL മന്ത്രിസഭയിലേക്ക് എത്തുന്നത്. ഗതാഗത മന്ത്രിയായി ജനാധിപത്യ കേരള കോൺഗ്രസ് പ്രതിനിധി തിരുവനന്തപുരത്തു നിന്നുള്ള MLA ആന്റണി രാജുവും അധികാരമേറ്റു. താനൂർ MLA വി അബ്ദുറഹ്മാൻ ന്യൂനപക്ഷക്ഷേമ പ്രവാസികാര്യ കായിക മന്ത്രിയായി ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയായി GR അനിൽ സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്തു. ധനകാര്യമന്ത്രിയായി KN ബാലഗോപാലും സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായി ഇരിഞ്ഞാലക്കുടയിൽ നിന്നുള്ള MLA CPM-ലെ ഡോക്ടർ R. ബിന്ദു സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്തു. മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയായി CPI-യിലെ ചടയമംഗലം MLA J. ചിഞ്ചുറാണിയും സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്തു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായി CPIM-ലെ MV ഗോവിന്ദൻ മാസ്റ്ററും സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്തു. ബേപ്പൂരിൽ നിന്നുള്ള CPIM MLA PA മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്തു. ദേവസ്വം പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രിയായി K. രാധാകൃഷ്ണനും
സത്യപ്രതിജ്ഞ ചെയ്തു. പി പ്രസാദ്, പി രാജീവ്, സജി ചെറിയാൻ, വി ശിവൻകുട്ടി എന്നിവരും സഗൗരവമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. വി എൻ വാസവനും സഗൗരവവും സത്യപ്രതിജ്ഞ ചെയ്തു. ആരോഗ്യമന്ത്രിയായി വീണ ജോർജാണ് ഏറ്റവും അവസാനം സത്യപ്രതിജ്ഞ ചെയ്തത്. വീണ ജോർജും സഗൗരവമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. വി അബ്ദുറഹിമാൻ ന്യൂനപക്ഷ ക്ഷേമ കായിക മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രണ്ടാം പിണറായി മന്ത്രിസഭയിലെ മലപ്പുറത്തിന്റെ പ്രതിനിധിയാണ് വി അബ്ദുറഹിമാൻ. താനൂർ നിയോജകമണ്ഡലത്തിൽ നിന്ന് രണ്ടാം തവണയും ചരിത്ര വിജയം നേടിയാണ് വി അബ്ദുറഹിമാൻ നിയമസഭയിലെത്തുന്നത്. ശ്രീ വി അബ്ദുറഹിമാൻ, മിനിസ്റ്റർ ഡെസിഗ്നേറ്റ്. പുതുചരിത്രം കുറിച്ച് യാത്ര തുടരുന്ന രണ്ടാം പിണറായി സർക്കാരിനൊപ്പം ഇനി വി അബ്ദുറഹ്മാനും ഉണ്ടാകും. മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ടയായ താനൂരിൽ ചരിത്രം കുറിച്ച വി അബ്ദുറഹ്മാൻ രണ്ടാം പിണറായി മന്ത്രിസഭയിൽ ന്യൂനപക്ഷ ക്ഷേമ പ്രവാസികാര്യ കായിക മന്ത്രിയായാണ് ചുമതലയേറ്റത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ക്ഷണിക്കപ്പെട്ട അതിഥികളെ സാക്ഷിയാക്കി വി അബ്ദുറഹ്മാൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ദൈവനാമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. വി അബ്ദുറഹ്മാൻ ഞാൻ ഭരണഘടനയോട് നിർവാജ്യമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസ്സാക്ഷിയെ നിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യും. താനൂരിന്റെ മണ്ണിൽ പുതുചരിത്രമാകുകയാണ് വി അബ്ദുറഹ്മാൻ. 2 വട്ടം തുടർച്ചയായി ലീഗിന്റെ പച്ചക്കോട്ട കുലുക്കിയ അബ്ദുറഹ്മാൻ ആദ്യമായാണ് മന്ത്രിയാകുന്നത്. കോൺഗ്രസ് വിട്ടുവന്ന് CPM സ്വതന്ത്രനായി മത്സരിച്ചാണ് അബ്ദുറഹ്മാന്റെ വിജയം. ന്യൂനപക്ഷ ക്ഷേമം, പ്രവാസികാര്യം, കായികം എന്നീ വകുപ്പുകളാണ് പിണറായി മന്ത്രിസഭയിൽ അബ്ദുറഹ്മാന് കൈകാര്യം ചെയ്യേണ്ടത്. 2016 ലീഗിന്റെ കരുത്തനായ അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ മലർത്തിയടിച്ചാണ് അബ്ദുറഹ്മാൻ ആദ്യമായി നിയമസഭയിലെത്തിയത്. 60 വർഷം വികസന മുരടിപ്പ് നങ്കൂരമിട്ട താനൂരിൽ വികസനത്തിന്റെ പുതുവെളിച്ചം കൊണ്ടുവന്നത് 5 വർഷത്തെ അബ്ദുറഹ്മാന്റെ ഭരണകാലത്തായിരുന്നു. 5 വർഷങ്ങൾക്കിപ്പുറം താനൂരിന്റെ വികസനത്തിന് പുതുമുഖം നൽകിയ അബ്ദുറഹ്മാന് അർഹതയ്ക്കുള്ള അംഗീകാരമാകുകയാണ് മന്ത്രിസ്ഥാനം. 2021 താനൂർ തിരിച്ചുപിടിക്കാനുറച്ച ലീഗ് PK ഫിറോസിനെ ഇറക്കിയെങ്കിലും കടുത്ത പോരാട്ടത്തിനൊടുവിൽ താനൂർ അബ്ദുറഹ്മാൻ നിലനിർത്തി. 2 വട്ടം ലീഗിന്റെ പൊന്നാപുരം കോട്ട പിടിച്ചടക്കിയ അബ്ദുറഹ്മാൻ MLA എന്ന നിലയിൽ കാഴ്ചവെച്ച വികസനങ്ങളുടെ തുടർച്ചയായിരിക്കും മന്ത്രിയായ ശേഷം കാഴ്ചവെക്കുക. വി അബ്ദുറഹിമാൻ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതോടെ തിരൂർ പോരൂർ വെള്ളേക്കാട് വീട്ടിൽ ആഹ്ലാദം മലതല്ലി. ഭാര്യ ഷാജിദയും മക്കളും ബന്ധുക്കളും അടക്കം ടെലിവിഷനിൽ കണ്ടാണ് സന്തോഷം പ്രകടിപ്പിച്ചത്. തുടർഭരണം നേടി ചരിത്രം സൃഷ്ടിച്ച പിണറായി വിജയന്റെ രണ്ടാം സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ തിരൂർ വെള്ളേക്കാട്ട് തറവാട്ടിലും ഏറെ ആഹ്ലാദമായിരുന്നു. മന്ത്രിസഭയിൽ ഇടം നേടിയ വെള്ളേക്കാട്ട് കുടുംബാംഗവും താനൂരിന്റെ MLAയുമായ വി അബ്ദുറഹിമാൻ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേൽക്കുന്ന ധന്യനിമിഷം കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചാണ് കണ്ടത്. തിരൂർ നടുവിലങ്ങാടിയിലെ സഹോദരൻ ഡോക്ടർ മുഹമ്മദ് കുട്ടിയുടെ വീട്ടിൽ നിന്നാണ് TV-യിൽ ഇവർ സത്യപ്രതിജ്ഞ ചടങ്ങ് വീക്ഷിച്ചത്. താനൂരിലെ വികസനങ്ങൾ മലപ്പുറം ജില്ലയുടെ ഏക മന്ത്രിയായി വി അബ്ദുറഹിമാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് സന്തോഷ കണ്ണൂരോടെയാണ് ഭാര്യ മക്കളും അടങ്ങുന്ന കുടുംബം സാക്ഷികളായത്. വി അബ്ദുറഹ്മാൻ ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എന്റെ പരിഗണനയിൽ വരുന്നതോ എന്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. താനൂരിലെ വികസനങ്ങൾ വോട്ടായി മാറിയെന്നും വോട്ടർമാരോട് നന്ദിയുണ്ടെന്നും മന്ത്രിയായതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ഭാര്യ ഷാജിദ റഹ്മാനും മകൾ റിസ്വാന ഷെറിനും പറഞ്ഞു. സന്തോഷം, എല്ലാവരും സന്തോഷത്തിലാണ്. ഇതിൽ ഉപ്പാനെ ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. എല്ലാ ജനങ്ങൾക്കും, വോട്ട് ചെയ്ത ജനങ്ങൾക്കും ഒരിക്കലും. കാരണം ലാസ്റ്റ് ടൈം നമ്മളെല്ലാവരും ഫുൾ ഫാമിലിയാണ് പോയത്. ഇപ്രാവശ്യം എന്തായാലും ഈ സാഹചര്യത്തിൽ എല്ലാവർക്കും ഒരുമിച്ച് പോകാൻ കഴിയില്ലല്ലോ. അപ്പം ഏറ്റവും അങ്ങനത്തെ ഒരു വിഷമങ്ങളും കാണുന്നതല്ലേ, നല്ല ഹാപ്പിയാണ്.
കഴിഞ്ഞ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ അതാണ് ശരിക്കും വോട്ടായിട്ട് മാറി. മാത്രമല്ല റമക്കൻ്റെ ഒരു ഇടപെടലും ആളുകളോടുള്ള ഇടപെടലും അത് ശരിക്കും അതാണ് വോട്ടായിട്ട് മാറിയിട്ട്. അതിനോട് എങ്ങനെയാണ് കുടുംബം എന്നുള്ളതിൽ പ്രതികരിക്കുക? ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ കാണുന്നുണ്ടല്ലോ, ആ മണ്ഡലത്തെ ഞങ്ങളും നോക്കി കാണുന്നുണ്ട്. ഞങ്ങളുടെ തൊട്ടടുത്ത മണ്ഡലമാണ്. ഞങ്ങൾ തിരൂർ മണ്ഡലമാണെങ്കിലും ഒരു 5-6 വീട് കഴിഞ്ഞാൽ തുടങ്ങും താനൂർ കോൺസ്റ്റിറ്റ്യുവൻസി. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. ഓരോ വികസന പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ആൾക്കാർ വന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്, ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രചരണ രംഗത്തിൽ സായിദാത്തൻ്റെ ഒരു ഇടപെടൽ താനൂർ മണ്ഡലത്തിലുണ്ടായിരുന്നു. ആ ഒരു സമയത്തുള്ളൊരു നാട്ടുകാരുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? വളരെ എല്ലാവരും നന്നായിട്ട് തന്നെയാണ്, നല്ല വൈബ് തന്നെയായിരുന്നു, നന്നായിട്ട് തന്നെ പ്രതികരിച്ചത്. അതുകൊണ്ട് ഒരു ഉറപ്പുണ്ട്, എന്തായാലും മൂപ്പര് ജയിക്കും എന്നുള്ളൊരു ഉറപ്പിച്ച് തന്നെ ഉണ്ടായിരുന്നു. അതെ. സഹോദരങ്ങളുടെ മക്കളും ഒന്നിച്ചാണ് ഇവർ സത്യപ്രതിജ്ഞ കണ്ടത്. 2 മണിയോടെ തന്നെ മാധ്യമപ്രവർത്തകർ മന്ത്രിയുടെ വീട്ടിലെത്തിയെങ്കിലും കുടുംബം സഹോദരൻ ഡോക്ടർ മുഹമ്മദ് കുട്ടിയുടെ വീട്ടിലാണെന്ന് അറിഞ്ഞതോടെ മാധ്യമപ്രവർത്തകർ അങ്ങോട്ട് നീങ്ങി. കുടുംബം പായസം നൽകിയാണ് മാധ്യമപ്രവർത്തകരെ വരവേറ്റത്. നിറഞ്ഞ സന്തോഷത്തോടെയാണ് കുടുംബം ചടങ്ങ് വീക്ഷിച്ചത്. തുടർന്ന് കേക്ക് മുറിച്ചും മിഠായി വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചും കുടുംബാംഗങ്ങൾ സന്തോഷം പങ്കുവച്ചു. ജില്ലയിൽ കോവിഡ് ബാധ ഗുരുതരമാകുന്നവർക്ക് ആവശ്യമായ വെന്റിലേറ്റർ സംവിധാനമില്ലാത്തത് ആശങ്ക സൃഷ്ടിക്കുന്നു. കഴിഞ്ഞ ദിവസത്തെ കണക്കനുസരിച്ച് 10-ലധികം രോഗികളാണ് വെന്റിലേറ്ററിനായി ജില്ലയിൽ കാത്തിരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ കോവിഡ് ബാധ ഗുരുതരമാവുന്നവർക്ക് ആവശ്യമായ വെന്റിലേറ്റർ സംവിധാനമില്ലാത്തത് ആശങ്ക സൃഷ്ടിക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ 20 വെന്റിലേറ്ററുകൾ അടിയന്തരമായി വാങ്ങാൻ തീരുമാനമായി. കഴിഞ്ഞ ദിവസം മാത്രം 10-ലധികം രോഗികളാണ് വെന്റിലേറ്ററിനായി ജില്ലയിൽ കാത്തിരിക്കുന്നത്. ഇവരിൽ പലരും ഗുരുതര രോഗ സ്വഭാവമുള്ളവരാണെന്നത് പ്രശ്നത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. തിരൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ കോവിഡ് ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ഒരു രോഗിക്ക് കഴിഞ്ഞ ഒരാഴ്ചയായി വെന്റിലേറ്റർ സൗകര്യം ലഭിച്ചിട്ടില്ല എന്ന് ബന്ധുക്കൾ പരാതിപ്പെട്ടു. കഴിഞ്ഞ ദിവസം തന്നെ തിരൂരിൽ പുറത്തൂരിൽ തന്നെയുള്ള വയോധിക കോവിഡ് ചികിത്സയിലിരിക്കെ വെന്റിലേറ്റർ സൗകര്യം ലഭിക്കാത്തതിനെ തുടർന്ന് മരണത്തിന് കീഴടങ്ങിയിരുന്നു. ഡാറ്റകളുടെ കൃത്യമായ അപ്ഡേഷൻ നടക്കാത്തതിനാൽ വാർ റൂമുകളിൽ നിന്നും വെന്റിലേറ്റർ ലഭ്യതയെക്കുറിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ കൃത്യമല്ല എന്ന പരാതിയും വ്യാപകമാണ്. ജില്ലയിൽ വെന്റിലേറ്റർ സൗകര്യത്തിനായി രോഗികളുടെ ബന്ധുക്കൾ സർക്കാർ സ്വകാര്യ ആശുപത്രികളുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെങ്കിലും നിരാശയാണ് ഫലം. ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ കെ ഗോപാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി 20 വെന്റിലേറ്ററുകൾ ഉടൻ വാങ്ങാൻ തീരുമാനിച്ചത്. ജില്ലയിലെ കോവിഡ് രോഗികളുടെയും ചികിത്സയിലുള്ളവരുടെയും എണ്ണത്തിലുള്ള വർധനവ് പരിഗണിച്ച 50,000 ആന്റിജൻ കിറ്റുകളും 20 വെന്റിലേറ്ററുകളും അടിയന്തരമായി വാങ്ങാൻ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം തീരുമാനിച്ചു. ജില്ലയിലെ കോവിഡ് രോഗികളുടെയും ചികിത്സയിലുള്ളവരുടെയും എണ്ണത്തിൽ വർധനവ് പരിഗണിച്ച 50,000 ആന്റിജൻ കിറ്റുകളും 20 വെന്റിലേറ്ററുകളും അടിയന്തരമായി വാങ്ങാനാണ് ജില്ലാ കളക്ടർ കെ ഗോപാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം തീരുമാനിച്ചത്. രോഗനിർണയം വേഗത്തിലാക്കുന്നതിനാണ് കൂടുതൽ ആന്റിജൻ കിറ്റുകൾ വാങ്ങി കൂടുതൽ പേരെ പരിശോധനയ്ക്ക് വിധേയരാക്കുന്നത്. ആന്റിജൻ കിറ്റുകൾ 2 ദിവസത്തിനകം ജില്ലയിലെത്തും. 20 വെന്റിലേറ്ററുകളും ഉടൻ വാങ്ങും. ജില്ലയിലെ ഹോസ്പിറ്റലുകളിൽ ഓക്സിജൻ സൗകര്യങ്ങളും വർദ്ധിപ്പിക്കാനും യോഗം തീരുമാനിച്ചു. നഴ്സുമാരുടെ ദിവസവേതനം 1,100 രൂപയാക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സക്കീന, ADMM സി റജിൻ, സബ് കളക്ടർ KS അഞ്ജു തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഇനിയൊരു ഇടവേള. വാർത്തകൾ തുടരുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 25 ലക്ഷം രൂപ നൽകി. കോവിഡ് മഹാമാരിക്കെതിരായ സർക്കാരിന്റെ പോരാട്ടത്തിൽ പങ്കുചേരുകയാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും കേരള വിഷനും. നേരത്തെയും സർക്കാരിന് കൈത്താങ്ങായി കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സാമ്പത്തിക സഹായം നൽകിയിരുന്നു. കേരള വിഷൻ ഡിജിറ്റൽ ബ്രോഡ്ബാൻഡ് ഡിസ്ട്രിബ്യൂട്ടർമാരുടെ സംഘടനയാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് സർക്കാരിന് കൈത്താങ്ങാകുന്നതിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് COA 25 ലക്ഷം രൂപ കൈമാറിയത്. കോവിഡിനെ പ്രതിരോധിക്കാനുള്ള സർക്കാർ ഉദ്യമത്തിൽ ഇതിലൂടെ COAയും പങ്കാളിയാവുകയാണ്. കേരള വിഷൻ ഡിജിറ്റൽ ആൻഡ് ബ്രോഡ്ബാൻഡ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 25 ലക്ഷം. കോവിഡ് വ്യാപന കാലത്തും തളരാത്ത പ്രവർത്തനമാണ് COA നടത്തുന്നത്. കഴിഞ്ഞ ദിവസം COA സംസ്ഥാന കമ്മിറ്റിയും കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയും ചേർന്ന് 1 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയിരുന്നു. മുൻ പ്രസിഡന്റായിരുന്ന NH അൻവറിന്റെ ഓർമ്മ ദിവസമായിരുന്നു തുക നൽകിയത്. കോവിഡിന്റെ 1ാം ഘട്ടത്തിലും പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി 15,70,000 രൂപ കഴിഞ്ഞ വർഷവും കേരള വിഷൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയിരുന്നു. കോവിഡ് കാലത്ത് ഏറെ പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിലൂടെയാണ് കേബിൾ TV മേഖലയിലുള്ളവർ കടന്നു പോകുന്നതെങ്കിലും സർക്കാരിന് കൈത്താങ്ങായി സംഘടന നിലനിൽക്കുകയാണ്. കേരള വിഷൻ, തിരുവനന്തപുരം. വ്യക്തിവൈരാഗ്യം മൂലം ഇരുചക്രവാഹനം കത്തിച്ചതായി പരാതി. തിരൂർ വെട്ടം വാക്കാട് സ്വദേശി ഇബ്രാഹിമിന്റെ പുരക്കൽ ഫറൂഖിന്റെ ബൈക്കാണ് പ്രദേശവാസി വ്യക്തിവൈരാഗ്യം മൂലം കത്തിച്ചെന്ന പരാതിയുമായി രംഗത്തെത്തിയത്. ബുധനാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം.
വെട്ടം വാക്കാട് സ്വദേശി ഇബ്രാഹിമിന്റെ പുരക്കൽ ഫാറൂഖിന്റെ KL 53A2202 നമ്പർ ബൈക്കാണ് പ്രദേശവാസി വ്യക്തിവൈരാഗ്യം മൂലം കത്തിച്ചതെന്നാണ് പരാതി. ബുധനാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. ഈ അജ്മൽ എന്ന് പറഞ്ഞ വ്യക്തി സൈക്കിൾ പിടിച്ച് വലിച്ച് എൻ്റെ ഇളയ മകന് റോഡിൽ വീഴുകയുണ്ടായി. അപ്പോൾ ഇളയ മകൻ്റെ കാലും കൈയൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞാനിത് കേസ് കൊടുക്കാനും വേണ്ടി ഞാൻ പോയിരുന്നു. പക്ഷേ ഞാൻ പിന്നെ അങ്ങോട്ട് സബൂർ ചെയ്ത് പോയി. കേസാക്കിയിട്ട് ഇനിയിപ്പോൾ നമ്മളതിൻ്റെ പിന്നാലെ നടക്കണ്ടേ എന്നുള്ള ഒരു നിലക്ക് ഞാനണ്ട് ഒഴിവായി. വീണ്ടും അവന് ഇതിനെ പറ്റിയിട്ട് ഞാൻ അവനെ പറ്റിയിട്ട് ചോദിച്ചപ്പോഴാണ് അവന് ഇനിയും തൊള്ളയിൽ തോന്നിയ തെമ്മാടിത്തലൊക്കെ എന്നെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. എന്നെ റോട്ടിൽ കൂടെ നടത്തിക്കൂല, എൻ്റെ മക്കളെയും അങ്ങനെ ആക്കൂ ഇങ്ങനെ ആക്കൂ എന്നൊക്കെ പറഞ്ഞ് പല ഭീഷണിയൊക്കെ ഇവനൊക്കെ എനിക്കുള്ള പണി ഞാൻ തരും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഭീഷണിയൊക്കെ പെടുത്തിയിരുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം മിനിയാന്ന് രാത്രി ഞങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഒരു 1:30-2 മണി സമയത്ത് ഈ വണ്ടി ഇവിടുന്ന് എൻ്റെ വീട്ടിന് മുന്നിൽ ഇത് ഒരു 4 വർഷത്തോളം ഈ വണ്ടി ഇവിടെ തന്നെ ഞാൻ വെക്കൽ. ഇതുവരെ ഒരു വണ്ടിക്ക് ഒരു പോറൽ പോലും ഇന്ന് വരെ ഏറ്റിട്ടില്ല. ഈ പ്രശ്നം കാരണം ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ വണ്ടി ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ളത് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത്. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ബൈക്ക് വാക്കാട് പെട്രോൾ പമ്പിന് സമീപത്തേക്ക് എത്തിച്ചാണ് കത്തിച്ചിട്ടുള്ളത്. തന്റെ കുട്ടികളെ യാതൊരു പ്രകോപനവുമില്ലാതെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് പോലീസിൽ പരാതി കൊടുക്കുമെന്നുണ്ടായ പകയാണ് ബൈക്ക് കത്തിക്കാൻ കാരണമെന്ന് ഫറൂഖ് പറഞ്ഞു. ഇതിൻ്റെ പേരിൽ എനിക്കുണ്ടായ നഷ്ടം എൻ്റെ കുടുംബത്തിന് ഭീഷണിയുണ്ട്. അത് ഈ പരിസരവാസികൾ ഇവിടെ ജീവിക്കുന്ന ഓരോ വ്യക്തിനോട് ചോദിച്ചാൽ ഇവരെ ഫുള്ള് ഡീറ്റെയിൽ അവർ പറഞ്ഞു തരും. കാരണം ഇവരെ പേടിച്ചിട്ട് ജീവിക്കുകയാണ്. ഇവരെ ഭീഷണിപ്പെടുത്തും. ഇവിടെയുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കെല്ലാം രാത്രി ആയിക്കഴിഞ്ഞാൽ ഇവരെ കൊണ്ട് ശല്യമാണ്. ഇവർ കഞ്ചാവും ബ്രൗൺ ഷുഗറിനും ഒക്കെ അടിമയായിട്ട് ഉള്ള കുട്ടികളാണ്. ഇവർ കാരണം പുറംനാട്ടിൽ നിന്ന് വരെ കുട്ടികൾ ഇവിടെ വന്നിട്ട് കഞ്ചാവ് വലിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇവർ ചെയ്യുന്ന തെമ്മാടിത്തരങ്ങൾ ആളുകൾ ഇതിനെ കണ്ടില്ല എന്ന് നടിച്ചിട്ട് ആളുകൾ കണ്ണടച്ച് പോകും. ആളുകൾ ഇതിനെ എതിർക്കാൻ നിൽക്കില്ല. കാരണം ഇവരെ പേടിയാണ്, ആളുകൾക്ക് എതിർത്ത് നിൽക്കാൻ പേടിയാണ്. ഇവർ വലിയ ആയുധങ്ങളുമായിട്ട് ഇവർ വന്ന് ഭീഷണിപ്പെടുത്തും. പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നും പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും SI ശ്രീജിത്ത് നരേന്ദ്ര പറഞ്ഞു. തലക്കാട് പഞ്ചായത്ത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗം കുറുക്കോളി മൊയ്തീൻ MLA നേതൃത്വത്തിൽ നടന്നു. പഞ്ചായത്തിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന് പദ്ധതികൾ ആവിഷ്കരിച്ചു. തലക്കാട് പഞ്ചായത്തിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗമാണ് കുറുക്കോളി മൊയ്തീൻ MLA നേതൃത്വത്തിൽ നടന്നത്. പഞ്ചായത്തിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന് പദ്ധതികൾ ആവിഷ്കരിച്ചു. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് P. പുഷ്പ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഫൈസൽ എടശ്ശേരി, ബ്ലോക്ക് പ്രസിഡന്റ് U. സൈനുദ്ദീൻ, ബ്ലോക്ക് മെമ്പർ V. കുമാരൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാബു കട്ടച്ചിറ, മെമ്പർമാരായ മുംതാസ് ബാബു, മോഹനൻ, സുബൈദ, ഷെരീഫ ബി, സെക്രട്ടറി ഗിരീഷ് ലാൽ, മെഡിക്കൽ ഓഫീസർ പ്രസന്നകുമാർ, അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസർ ഫ്രാൻസിസ് തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് MLA നേതൃത്വത്തിൽ തലക്കാട് പ്രാഥമികാരോഗ്യ കേന്ദ്രം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇനിയൊരു ഇടവേള. വാർത്തകൾ തുടരുന്നു. സംസ്ഥാനത്ത് ഇന്ന് 30,491 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,31,525 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 23.18 ആണ്. 101 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 30,491 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. മലപ്പുറം 4,746, തിരുവനന്തപുരം 3,969, എറണാകുളം 3,336, കൊല്ലം 2,639, പാലക്കാട് 2,560, ആലപ്പുഴ 2,462, തൃശൂർ 2,231, കോഴിക്കോട് 2,207, കോട്ടയം 1,826, കണ്ണൂർ 1,433, പത്തനംതിട്ട 991, ഇടുക്കി 846, കാസർഗോഡ് 728, വയനാട് 517 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്.
കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,31,525 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 23.18 ആണ്. UK, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ എന്നീ രാജ്യങ്ങളിൽ നിന്ന് വന്ന ആർക്കും തന്നെ കഴിഞ്ഞ 24 മണിക്കൂറിനകം കോവിഡ് സ്ഥിരീകരിച്ചിട്ടില്ല. ആകെ 11 പേരിലാണ് ജനിതക വകഭേദം വന്ന വൈറസിനെ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 128 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 6,852 ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 172 പേർ സംസ്ഥാനത്ത് പുറത്തുനിന്നും വന്നവരാണ്. 28,176 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 2,042 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 101 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന 44,369 പേർ രോഗമുക്തി നേടി. ഇതോടെ 3,17,850 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 19,38,887 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 9,99,338 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇന്ന് 5 പുതിയ ഹോട്ട്സ്പോട്ടുകളാണ് സംസ്ഥാനത്തുള്ളത്. ഒരു പ്രദേശത്തെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. നിലവിൽ ആകെ 866 ഹോട്ട്സ്പോട്ടുകളാണ് സംസ്ഥാനത്തുള്ളത്. ജില്ലയിൽ രോഗബാധിതരുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുന്നു. 4,746 പേർക്ക് പുതുതായി രോഗം ബാധിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 37.14%. മലപ്പുറം ജില്ലയിൽ വ്യാഴാഴ്ച 4,746 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 37.14% ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. വ്യാഴാഴ്ച 5,729 പേരാണ് രോഗമുക്തരായത്. ഇതോടെ ജില്ലയിൽ വിദഗ്ധമായ ആരോഗ്യ പരിചരണത്തിന് ശേഷം കോവിഡ് വിമുക്തരാവുന്നവരുടെ എണ്ണം 2 ലക്ഷം കവിഞ്ഞു. ജില്ലയിൽ ഇതുവരെ 2,50,670 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ 2,878 പേരാണ് രോഗമുക്തരായതെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ വ്യക്തമാക്കി. വ്യാഴാഴ്ച രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 4,538 പേർ രോഗികളുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് രോഗം സ്ഥിരീകരിച്ചത്. 120 പേർക്ക് വൈറസ് ബാധ ഉണ്ടായതിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾക്കും വിദേശ രാജ്യങ്ങളിൽ നിന്ന് തിരിച്ചെത്തിയ 4 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 83 പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 65,640 പേരാണ് ജില്ലയിൽ ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നത്. ജില്ലയിൽ ഇതുവരെ 772 പേരാണ് കോവിഡ് ബാധിതരായി മരിച്ചത്. കോവിഡ് മഹാമാരിയുടെ 2ാം തരംഗം അതിരൂക്ഷമായ സാഹചര്യത്തിൽ കോവിഡ് പരിശോധനയ്ക്കും അനുബന്ധ ചികിത്സയ്ക്കുമായി വാഹന സൗകര്യമില്ലാതെ ബുദ്ധിമുട്ടുന്ന നിർധന കുടുംബങ്ങൾക്ക് യാത്ര ചെയ്യുന്നതിന് ഡിവൈഎഫ്ഐ വെട്ടം മേഖലാ കമ്മിറ്റി സ്നേഹവണ്ടിയൊരുക്കി. കോവിഡ് മഹാമാരിയുടെ 2ാം തരംഗം അതിരൂക്ഷമായ സാഹചര്യത്തിലാണ് കോവിഡ് പരിശോധനയ്ക്കും അനുബന്ധ ചികിത്സയ്ക്കുമായി വാഹന സൗകര്യമില്ലാതെ ബുദ്ധിമുട്ടുന്ന നിർധനരായവർക്ക് യാത്ര ചെയ്യുന്നതിന് ഡിവൈഎഫ്ഐ വെട്ടം മേഖലാ കമ്മിറ്റി സ്നേഹവണ്ടിയൊരുക്കിയത്. CPM തിരൂർ ഏരിയ സെന്റർ M. ബഷീർ ഫ്ലാഗ് ഓഫ് ചെയ്തു. മുറിവഴിക്കലിലെ ഫവാസ് ചാന്തിരകത്താണ് ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റിക്ക് വാഹനം വിട്ടു നൽകിയത്. തിരൂർ ബ്ലോക്ക് മെമ്പർ PP നാസർ, മേഖലാ കമ്മിറ്റി സെക്രട്ടറി V. ജയകൃഷ്ണൻ, പ്രസിഡന്റ് രഞ്ജിത്ത്, LC സെക്രട്ടറി NS ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. CPM തലക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നയനാർ ദിനം ആചരിച്ചു. തിരൂർ ഏരിയ സെക്രട്ടറി P. അംസക്കുട്ടി അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. CPM തലക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് നയനാർ ദിനം ആചരിച്ചത്. CPM തിരൂർ ഏരിയ കമ്മിറ്റി അംഗം P. മുഹമ്മദ് അലി പതാക ഉയർത്തി. P. അംസക്കുട്ടി അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. പരിപാടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി T. ഷാജി സ്വാഗതവും K. ബാബു നന്ദി പറഞ്ഞു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. താനാളൂർ റോയൽ പെയിന്റ്സ് സ്ഥാപനത്തിന്റെ സഹകരണത്തോടെ തിരൂരിലെ യുവജന കൂട്ടായ്മ തിരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുഴുവൻ പോലീസുകാർക്കും ട്രോമ കെയർ അംഗങ്ങൾക്കും കോവിഡ് പ്രതിരോധ സാമഗ്രികൾ നൽകി. താനാളൂർ റോയൽ പെയിന്റ്സ് സ്ഥാപനത്തിന്റെ സഹകരണത്തോടെയാണ് തിരൂരിലെ യുവജന കൂട്ടായ്മ തിരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുഴുവൻ പോലീസുകാർക്കും ട്രോമ കെയർ അംഗങ്ങൾക്കും കോവിഡ് പ്രതിരോധ സാമഗ്രികളായ ഫേസ് ഷീൽഡ്, ഗ്ലൗസ്, മാസ്ക്, സാനിറ്റൈസർ എന്നിവ നൽകിയത്. പറവണ്ണയിൽ നടന്ന ചടങ്ങിൽ തിരൂർ ഡിവൈഎസ്പി KS സുരേഷ് ബാബു ഏറ്റുവാങ്ങി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള അതിനുള്ള സാമഗ്രികൾ, ഗ്ലൗസ്, മാസ്ക്, ഫേസ് ഷീൽഡ്, മറ്റ് അനുബന്ധ ഉപകരണങ്ങൾ തിരൂർ പോലീസ് സ്റ്റേഷനിലെ എല്ലാ ഉദ്യോഗസ്ഥർക്കും ട്രാഫിക് യൂണിറ്റിലെ എല്ലാ ഉദ്യോഗസ്ഥർക്കും ഈ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ട്രോമ കെയർ വോളണ്ടിയേഴ്സ് അടക്കമുള്ളവർക്ക് നൽകിയത് ഈ ചെറുപ്പക്കാരാണ്. ഇവരോടൊപ്പമുള്ള ബാക്കിയുള്ളവരുണ്ട്. അപ്പോൾ ഈ കോവിഡിൻ്റെ ഈ മാർഗ്ഗനിർദ്ദേശങ്ങളൊന്നും ബാക്കിയുള്ളവരോട് ഇല്ലാത്തത്. അപ്പോൾ അവർക്ക്
തിരൂർ പോലീസ് സ്റ്റേഷൻ്റെ വകയായിട്ടുള്ള എല്ലാ നന്ദിയും അറിയിച്ചു കൊള്ളുന്നു. CITP ഫർഷാദ, SI ശ്രീജിത്ത, നരേന്ദ്രൻ, റിയാസ്, സലീം തുടങ്ങിയവർ പങ്കെടുത്തു. ട്രോമാ കെയർ വളണ്ടിയേഴ്സിനും ആവശ്യമായിട്ടുള്ള സാനിറ്റൈസ്, മാസ്ക്, ഫേസ് ഷീൽഡ്, ഗ്ലാസ്, കണ്ണട, ഗ്ലൗസ് ഇത്തരം സാധനങ്ങൾ നമ്മൾ ഇവിടെ വിതരണം ചെയ്തിട്ടുണ്ട്. തുടർന്നും ഉദ്യോഗസ്ഥന്മാർ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. തീർച്ചയായിട്ടും ഇത്തരം സേവനം ഈ ഒരു കർമ്മ നിരതരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കോവിഡ് സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ അതിന് സന്നദ്ധരാണ്. ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് ഇത് തയ്യാറെടുത്തത്. റോയൽ പെയിൻറ്റ്സ് താനാളൂരാണ് നമുക്കിതിന് വേണ്ട സാധന സാമഗ്രികൾ അവർ തന്നത്. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ വീണ്ടും നമ്മൾ ഈ ഒരു സമയത്ത് ചെയ്തിരിക്കുന്നത്. കൊറോണ രോഗികൾക്ക് സഹായമായി 4ാം ക്ലാസ്സുകാരന്റെ കൈത്താങ്ങ്. താനാളൂർ പുത്തൻതെരു സ്വദേശിയായ ചേനത്ത ഷറഫുദ്ദീന്റെ മകൻ മുഹമ്മദ് സിയാനാണ് തനിക്ക് പെരുന്നാളിന് ബന്ധുക്കളിൽ നിന്നും ലഭിച്ച പെരുന്നാൾ കാശ് കൊറോണ ബാധിച്ച പ്രയാസമനുഭവിക്കുന്ന പാവം രോഗികൾക്ക് നൽകിയത്. താനാളൂർ പുത്തൻതെരു സ്വദേശിയായ ചേനത്ത ഷറഫുദ്ദീന്റെ മകൻ മുഹമ്മദ് സിയാനാണ് തനിക്ക് പെരുന്നാളിന് ബന്ധുക്കളിൽ നിന്നും ലഭിച്ച പെരുന്നാൾ കാശ് കൊറോണ ബാധിച്ച് പ്രയാസം അനുഭവിക്കുന്ന പാവം രോഗികളെ സഹായിക്കണമെന്നാവശ്യപ്പെട്ട് വിദേശത്തുള്ള തന്റെ ഉപ്പാക്ക് വാട്സപ്പ് സന്ദേശം അയച്ചത്. ഇതേ തുടർന്ന് പിതാവ് വിളിച്ചറിയിച്ചതനുസരിച്ച് ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യമായ അയ്യൂബ് താനാളൂരും അസീസ് മീനടത്തൂരും ചേർന്ന് സിയാനിൽ നിന്ന് സംഖ്യ ഏറ്റുവാങ്ങി. ചെറുപ്രായത്തിലെ ഈ കൊച്ചുമിടുക്കൻ കാണിച്ച സഹജീവി സ്നേഹവും സഹാനുഭൂതിയും മാതൃകാപരമാണെന്ന താനൂർ സോൺ SYS കോവിഡ് എമർജൻസി ടീം ലീഡർ കൂടിയായ അയ്യൂബ് പറഞ്ഞു. അതിരൂക്ഷമായ കോവിഡ് വ്യാപനത്തിൽ നാടും നാട്ടുകാരും ജനങ്ങളും വിറങ്ങലിച്ച് ബേജാറായി നിൽക്കുന്ന ഈ സമയത്ത് സിയാൻ കാണിച്ച ഈ സഹാനുഭൂതിയും പരജീവി സ്നേഹവും മാതൃകാപരവും സ്തുത്യർഹവും സന്തോഷകരവുമാണ്. കഴിഞ്ഞ 1ാം പ്രളയ സമയത്ത് പെരുന്നാൾ ഡ്രസ്സ് സമ്മാനിച്ച 1-2 വിദ്യാർത്ഥികളുണ്ട്, ചെറിയ മക്കൾ. ആ അനുഭവമാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. ലാൽഗർ ബാവ മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രവർത്തകർ തലക്കാട് പഞ്ചായത്തിലെ കോവിഡ് ഭേദമായ വീടുകളിലും തലക്കാട് കുടുംബാരോഗ്യ കേന്ദ്രവും അണുയുക്തമാക്കി. ലാൽഗർ ബാവ മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തകരാണ് തലക്കാട് പഞ്ചായത്തിലെ കോവിഡ് ഭേദമായ വീടുകളിലും തലക്കാട് കുടുംബാരോഗ്യ കേന്ദ്രവും അണുയുക്തമാക്കിയത്. CP രവി, നസീം CK, അഷ്റഫ് പനയിൽ, അബൂബക്കർ, ദിലീപ് പാടച്ചേരി, ഇല്യാസ് എന്നിവർ നേതൃത്വം നൽകി. ഒഴൂർ ജംഗ്ഷന് സമീപം കുന്നപ്പള്ളി കുഞ്ഞുമുഹമ്മദിന്റെ മകൻ അംസംകുട്ടി നിര്യാതനായി. 42 വയസ്സായിരുന്നു. ഭാര്യ ഫൗസിയ, മാതാവ് പരേതയായ ഫാത്തിമ, മക്കൾ ഫെബിഷ, ഫെബിൻ, ഷംന ഫാത്തിമ, ഫൈഹ ഫാത്തിമ എന്നിവരാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതിയിൽ നിന്നും സഗൗരവം പ്രതിഷ്ഠിക്കുന്നു. നവകേരളത്തിന്റെ തുടർച്ചയ്ക്കായി 2ാം പിണറായി മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്തു. തുടർന്ന് മറ്റു മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. താനൂരിന്റെ വി അബ്ദുറഹിമാൻ ന്യൂനപക്ഷ ക്ഷേമ കായിക മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 2ാം പിണറായി മന്ത്രിസഭയിലെ മലപ്പുറത്തിന്റെ പ്രതിനിധിയാണ് വി അബ്ദുറഹിമാൻ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതോടെ തിരൂർ പോരൂർ വെള്ളേക്കാട്ട് വീട്ടിലും ആഹ്ലാദം മലതല്ലി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 25 ലക്ഷം രൂപ നൽകി. കോവിഡ് മഹാമാരിക്കെതിരെ സർക്കാരിന്റെ പോരാട്ടത്തിൽ പങ്കുചേരുകയാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും കേരള വിഷനും. സംസ്ഥാനത്ത് നിന്ന് 30,491 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,31,525 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 23.18 ആണ്. ജില്ലയിൽ രോഗബാധിതരുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുന്നു. 4,746 പേർക്ക് പുതുതായി രോഗം ബാധിച്ചു. വ്യക്തിവൈരാഗ്യം മൂലം ഇരുചക്രവാഹനം കത്തിച്ചതായി പരാതി. തിരൂർ വെട്ടം വാക്കാട് സ്വദേശി ഇബ്രാഹിമിന്റെ പുരക്കൽ ഫാറൂഖിന്റെ ബൈക്കാണ് പ്രദേശവാസി വ്യക്തിവൈരാഗ്യം മൂലം കത്തിച്ചെന്ന് പരാതിപ്പെട്ടത്. ബുധനാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.